الحمد لله رب العالمين حمدا كثيرا طيبا لله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജനുവരി 18-ാം തീയതി ഉംറക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തവരാണ് നമ്മളെല്ലാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു പള്ളി ഞാൻ 12:10 വരെ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നസീബുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ബാക്കി യാത്ര കാര്യങ്ങളും റൂമപരമായ കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ മുമ്പിൽ നിങ്ങളായിട്ട് സംസാരിക്കും. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പോകാൻ പാടുള്ളൂ. പിന്നെ രാവിലെ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും, എന്തപ്പോൾ നമ്മൾ ഇത്രയും ആൾക്കാരുള്ളൂ ഉംറയ്ക്കെന്ന് തോന്നുന്നുണ്ടാവും. നമ്മൾ രാവിലെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. രാവിലെ പോയി സുബഹി നമസ്കാരത്തിന് ബസാറിൽ കൂടി കൊടുങ്ങല്ലൂർ, പിന്നെ നമ്മൾ എറണാകുളത്ത് പോയി ക്ലാസ് കഴിഞ്ഞ് അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഈ തെക്ക് ഭാഗത്ത് എറണാകുളം ജില്ലക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കൂടിയിട്ട് ഇവിടെ വന്നു. പിന്നെ ഒരു 10-12ഓളം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വരേണ്ടവർ അടുത്ത നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഫെബ്രുവരിയിലേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാറുകയും ചെയ്തു. അപ്പോൾ അവർ ഫെബ്രുവരിയിൽ ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ തൃശ്ശൂർ ജില്ലയിൽ ഒതുങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മളിവിടെ ഉള്ളത്. അടിതിരുത്തി പള്ളി നമ്മളിപ്പോൾ ഈ ഉംറ ക്ലാസ് നടത്തുന്ന ഈ ഒരു പള്ളിയാണ്. ഈ പള്ളിയെ കുറിച്ച് തന്നെ ആദ്യം പറയാം. 5-6 കൊല്ലമായിട്ട് പണി കഴിഞ്ഞ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞ മുതൽ ഇവിടുത്തെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് പിന്നെ വരുമാനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരു പള്ളി ഞാൻ ഇന്നലെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഒരു ബക്കറ്റ് വിരിവ്, അവിടെ ബക്കറ്റ് പുറത്ത് വെക്കുമ്പോൾ ഒരു 1000-1000-ന് താഴെ അങ്ങനെയൊക്കെയാണ് കിട്ടുക. അങ്ങനെ പിന്നെ കിട്ടിപ്പോകുന്ന ഒരു പള്ളിയാണ്. പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായി. ഗൾഫിൽ പോകണം, പലരെയും കാണണം, അവരെ കാണണം. അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ തീരുമാനിച്ച് ഒരു ഉംറ ഗ്രൂപ്പ് തുടങ്ങി. ഒരു ഗ്രൂപ്പ് പിന്നെ പോയി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആളെ തികയാത്തത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് നമ്മൾ പോകുക. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പോയാലാണ് റാഹത്തായിട്ട് നമുക്ക് ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്തൊക്കെ വരാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്ക് പോയാലും ഈ ഒരു ചെലവ് നമുക്കുണ്ടാവും, അതിലൊന്നും സംശയമില്ല. റൂം എടുക്കുന്ന വിഷയത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ. ഇതാവുമ്പോൾ നിങ്ങൾ 19 ആളുകൾ ഒന്നിച്ചു പോകുന്നു. എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. ഒരു അമീർ ഉണ്ടാകും, കാര്യങ്ങൾ മതപരമായ വിഷയങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ. അപ്പൊ കൂടുതൽ ഹൈർ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോഴാണ്. എല്ലാവരും ആ രൂപത്തിൽ തന്നെയാണ് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോവുക. എത്ര അറിയുന്ന പണ്ഡിതനാണെങ്കിലും ഗ്രൂപ്പിലേ പോകുള്ളൂ. കാരണം ഒറ്റയ്ക്ക് പോകുന്ന അതേ ചെലവ് തന്നെയാണ് ഒരു ഗ്രൂപ്പിൽ പോയാലും വരിക. അപ്പൊ പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പോണത്? നമുക്ക് ഒരു 19 ആളുകൾ ഒരു കുടുംബം പോലെ പോയി തിരിച്ചു വരാലോ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അപ്പൊ ട്രാവൽസുകൾ പിന്നെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർക്ക് കിട്ടുന്ന ലാഭങ്ങൾ പലപ്പോഴും പിന്നെ ഏതെങ്കിലും ഒരു സംഘടനക്കോ അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒക്കെയാണ് ആളുകൾക്ക് ഇതിന്റെ ലാഭങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ലാഭം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെലവുകൾക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഉംറ കിട്ടി. പിന്നെ എല്ലാ ട്രാവൽസ് 85,000 ഒക്കെ വാങ്ങുമ്പോൾ ഇപ്പോഴും ഈ ജനുവരിയിൽ പോകുന്ന പിന്നെ സൗദി എയർലൈൻസിൽ പോകുന്ന പല ഗ്രൂപ്പുകളും എനിക്കറിയാം, നേരിട്ട് തന്നെ അറിയാം. 85,000 രൂപ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അതൊക്കെ കുറച്ച് 77,500 രൂപക്ക് പിന്നെ നിങ്ങളെ കൊണ്ടുപോയി
ഏതായാലും നിങ്ങൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു തുച്ഛമായ ലാഭം ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പിന്നെ നിങ്ങൾ അറിയാതെ വരിക. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്ന ഈ പൈസ ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ മാത്രമല്ല, ഒരു പള്ളിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് വേണം നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് ഉണർത്താണ്. പടച്ചിറപ്പ് നമ്മുടെ കർമ്മങ്ങളൊക്കെ പിന്നെ സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അതാണ് നമ്മളൊക്കെ ലക്ഷ്യം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആഗ്രഹം. നമ്മൾ മരിച്ചാൽ എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നോ നാളെയോ. ചിലപ്പോൾ ഈ ഉംറയ്ക്ക് തയ്യാറായ നമ്മൾ ഉംറ ചെയ്യാൻ നമുക്ക് പറ്റുമോ, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ ആ മരണം സംഭവിച്ചാൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ലോകത്ത്, നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഒക്കെ പ്രതിഫലം നൽകപ്പെടുന്ന ലോകത്ത് നമുക്ക് വിജയിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാ ത്യാഗങ്ങളും ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഇബാദത്തുകളൊക്കെ നിർവഹിക്കുന്നത്. അപ്പം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലാഹ് എൻ്റെ ദിക്റുകൾ, എൻ്റെ സ്വലാത്തുകൾ, എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ ഇബാദത്തുകൾ ഒക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് എന്ത് ചെയ്യുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഓരോ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ. പലരുടെയും കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. നമ്മുടെ ഉപ്പമാർ, നമ്മുടെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ, ഇല്ലാത്തവർ, എല്ലാവർക്കും അല്ലാഹു എല്ലാവരെയും മാരകമായ അസുഖങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിച്ച് സുഖവും സൗഖ്യവും ഒക്കെ നൽകി പടച്ചിറപ്പ് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ നീട്ടിപ്പരത്തി വിശദീകരിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഉംറയുടെ രൂപങ്ങൾ വളരെ ലളിതമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ലളിതമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അധികം ഭാരം നമ്മൾ വെക്കേണ്ടി വരില്ല. ഉംറക്ക് പോകാണല്ലോ ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക അങ്ങനെ ചിന്തിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാതെ പോകും, മറക്കും. പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ലളിതമായിട്ട് മനസ്സിലാക്കുക, ലളിതമായിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മളെ മുറിഞ്ഞു പോയ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമ്മൾ കൂട്ടിച്ചേർക്കുക. സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, മറ്റുള്ള പറമ്പിന്റെ പേര്, അങ്ങനെ കുടുംബ പ്രശ്നങ്ങളോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചേർത്തി എല്ലാവരെയും നല്ല രൂപത്തിൽ യാത്ര പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ പിന്നെ നാലാളെ അറിയട്ടെ എന്ന ചിന്തയല്ല, നാലാളെ ഹാജി എന്ന് വിളിക്കണം ആ ചിന്തയല്ല, മറിച്ച് പിന്നെ നമ്മൾ പുറപ്പെടുകയാണ് എന്ന വിവരം അവരെ അറിയിക്കുക എന്ന ആ ഒരു സുന്നത്ത് മാത്രമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കൊക്കെ അറിയാലോ, പിന്നെ ബന്ധങ്ങൾ മുറിക്കപ്പെട്ട ആളുകളുടെ സദസ്സിൽ പിന്നെ റഹ്മത്തിന്റെ മലക്ക് പോലും ഇറങ്ങൂല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ നിസ്കാരം, നമ്മുടെ മറ്റുള്ള ഉംറ, നമ്മളിപ്പോ 10,000 ചെലവഴിച്ച് നമ്മൾ പോകുന്നതിനാ പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികമായിട്ടും ഒരുങ്ങി അല്ലെ. അപ്പൊ നമ്മൾ യാത്ര പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാപ്പാക്കണം. അത് നമ്മുടെ അടുത്ത പ്രശ്നങ്ങളിലും അവരുടെ അടുത്ത പ്രശ്നം ആരുടെ അടുത്താണെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള, നമ്മുടെ ആലോചിക്ക് പടച്ച റബ്ബ്, പിന്നെ ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ആ റബ്ബ് നമ്മളോട് മാപ്പ് നൽകുന്നത് കൊണ്ടാണ് നമുക്ക് പിന്നെ രക്ഷയും സമാധാനമൊക്കെ ഉള്ളത്. തെറ്റ് ചെയ്തവർക്ക് അവന്റെ പാപം ഒരിക്കലും പൊറുക്കൂല. അവന് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് കാര്യമില്ല, അവന് ഞാൻ പൊറുക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അപ്പൊ റബ്ബ് പോലും നമുക്ക് പുറത്തു തരുന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് മാപ്പ് നൽകാൻ കഴിയുന്നില്ല? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാവർക്കും മാപ്പ് കൊടുത്ത് നല്ല മനസ്സോടു കൂടി നമുക്ക് പോകാൻ നമുക്ക് കഴിയണം. അപ്പോൾ പോകുന്ന പിന്നെ ദിവസത്തിന്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ മുടി അതുപോലെ തന്നെ നമ്മുടെ നഖം ഒക്കെ മുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ മുറിക്കുക. ഇത് പിന്നെ ഹജ്ജിനാണ് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഉംറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 11:30 പോയാൽ ദിവസം കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് നസീബ് സലായി നിങ്ങളോട് എന്തെങ്കിലും സൂചിപ്പിച്ചു തരും. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ ഉംറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 11:30 ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഒരു ഇശാ നമസ്കാരത്തോടു കൂടി അതിലേക്ക് ഒരു 9 മണി 10 മണിയോട് കൂടി അവിടുത്തെ സമയത്തോടു കൂടി നമ്മുടെ ഉംറ കഴിയും. പിന്നെ തഹല്ലുലായി
പിന്നെ മുടി വെട്ടിയോണ്ട് നാൾ വെട്ടിയോണ്ട കാര്യം പ്രശ്നങ്ങളില്ല. എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പ്രവേശിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ നെഗൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട. പിന്നെ കസാര ഇല്ലാത്തതുകൊണ്ടാണോ നിൽക്കത്? കസാര വേണോ? പിന്നെ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബന്ധമൊക്കെ ചേർത്തി പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇഹ്റാമിന്റെ കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമൊന്നുമില്ല. ഞാൻ ഇഹ്റാമിന്റെ കുടി കുടിക്കുകയാണ് എന്ന മനസ്സോടെ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ കുടിക്കുക. ആ കുടി തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴുള്ള കുടി. അതേ കുടി തന്നെയാണ് പിന്നെ നമ്മൾ പിന്നെ വലിയ അശുദ്ധി ഉണ്ടായാൽ കുടിക്കേണ്ട കുടി. ആദ്യം വുളു എടുക്കും. സംസ്കാരത്തിൽ ഗുഹ്യഭാഗങ്ങളൊക്കെ നന്നായിട്ട് കഴുകി, ഗുഹ്യഭാഗങ്ങളെല്ലാം പിന്നെ നന്നായിട്ട് കഴുകി, പിന്നെ നമ്മുടെ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്ത്, സാധാരണ വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുക. എന്നിട്ട് തല നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കഴുകുക. അതിനുശേഷം വലത്തേ ഭാഗം 3 വട്ടം കഴുകുക. മുമ്പ് കഴുകുക, പിന്നിലും കഴുകുക, ഇടത്തേ ഭാഗം കഴുകുക. അവസാനം വേണമെങ്കിൽ കര കഴുകുക. അതല്ലെങ്കിൽ വുളുവിന്റെ ശേഷം കഴുകിയാലും കുഴപ്പമില്ല. ഇതാണ് കുളിയുടെ രൂപം. വളരെ സിമ്പിളാണ്. ആദ്യം വുളു എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു കരുതൽ ഉണ്ടാകാൻ, ഞാൻ എന്താണ് കുളിക്കുന്നത് എന്ന കരുതലോടെ വൃത്തിയും വെടുപ്പിലും കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ ധരിക്കുക. പിന്നെ സ്ത്രീകള് അവരുടെ സാധാ വസ്ത്രം, എന്നാലും ഒരു ഉംറയ്ക്ക് പോകാണല്ലോ, അപ്പൊ നിങ്ങൾ ഉള്ളത് നല്ലൊരു വസ്ത്രം നിങ്ങൾ കരുതുകയും വീട്ടിൽ നിന്ന് അത് ധരിക്കുകയും നിങ്ങൾ ഔറത്തെല്ലാം മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പുരുഷന്മാരെ പോലെ വസ്ത്രങ്ങളൊന്നുമില്ല. പുരുഷന്മാർക്ക് ഒരു മേൽമുണ്ടും അതുപോലെ തന്നെ ഒരു അരമുണ്ടും. ഇഹ്റാമിന്റെ വസ്ത്രം ഏത് ഷോപ്പിൽ ചോദിച്ചാലും നിങ്ങൾക്ക് പിന്നെ ടെക്സ്റ്റൈൽസിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉംറയ്ക്കുള്ള വസ്ത്രം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആ വസ്ത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിലായിട്ട് സൗകര്യം പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ കരുതി വെച്ചിട്ട് പിന്നെ ഇഹ്റാമിന്റെ കുളി വീട്ടിൽ നിന്ന് കുളിച്ച് സാധാരണ വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എയർപോർട്ടിൽ പിന്നെ നിശ്ചയിക്കുന്ന സമയത്ത് അത് അറിയിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, കൊച്ചിയിൽ എത്തിയതിനു ശേഷം പിന്നെ അവിടുത്തെ എമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവും. ഒരു 1-2 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന സമയത്ത് എയർപോർട്ടിന്റെ ഉള്ളിൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമുക്ക് പിന്നെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ യാത്രയുടെ അനുഭവം. നമ്മൾ ഇവിടുന്നേ ധരിച്ചു പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്നേ ധരിച്ചു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും ഇതൊക്കെ മാറ്റേണ്ടത് മീഖാത്തിൽ വെച്ചിട്ടാണ്. പക്ഷെ മീഖാത്തിൽ നമുക്കത് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടിൽ നിന്ന് ധരിച്ചു പോകേണ്ടത്. പിന്നെ നമ്മൾ ഈ എമിഗ്രേഷനും കാര്യങ്ങൾക്കും ഒക്കെ ക്യൂ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ചവിട്ടിയും ഒക്കെ എന്ത് ചെയ്യും, അഴുക്കുകളൊക്കെ ആകും. അപ്പൊ സാധാരണ വസ്ത്രം ധരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മാറ്റിയാൽ മതി. അതിനുള്ള സൗകര്യം പിന്നെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യും, പോകുന്ന സമയത്ത് പിന്നെ സൗദി എയർലൈൻസ് ആണ് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പ്രാർത്ഥനകളുണ്ട് വാഹനത്തിലേക്ക് പോകുമ്പോൾ. ഇഹ്റാമിന്റെ കുളി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സുന്നത്തില്ല, സുന്നത്ത് നിസ്കാരമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വുളു എടുത്ത് കഴിഞ്ഞാലുള്ള 2 റക്അത്ത് സുന്നത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം. നിസ്കരിക്കുന്നവരാണെങ്കിൽ വുളു എടുത്തിട്ട് നിസ്കരിച്ചിട്ട് ഇറങ്ങാം. ഇഹ്റാമിന്റെ നിസ്കാരം ഇല്ല കേട്ടോ, അങ്ങനെ ഒരു നിസ്കാരം ഇല്ല. വുളു എടുത്ത് കഴിഞ്ഞാലുള്ള നിസ്കാരം മനസ്സിലായിട്ടിരിക്കും. ഒന്നുകൂടെ പറയാം. ഞാൻ ഒന്ന് പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞത് ബന്ധങ്ങൾ മുറിഞ്ഞു പോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കുക. ബന്ധം മുറിച്ചു പോയിട്ട് നമ്മൾ ഈ ഭാഗത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം അവർ അള്ളാന്റെ കോപത്തിലാണ്. മനസ്സിലായി? ഞാൻ വിശദീകരിക്കില്ല. 2 നമ്മൾ ചെയ്യേണ്ടത് പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ നഖവും പിന്നെ മുടിയും ഒക്കെ നമുക്ക് വെട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുക, പിന്നെ വലുതായ നഖമൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയുക. പിന്നെ അതുപോലെ തന്നെ മുടി പിന്നെ നമുക്ക് പിന്നെ അത് മുറിക്കുക. കാരണം ഈ ഇഹ്റാമിന്റെ സമയത്ത് മീഖാത്തിൽ പ്രവേശിച്ചത് മുതൽ തഹല്ലുലാകുന്നത് വരെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതിനിടക്ക് അതുകൊണ്ടാണ് പിന്നെ അതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം.
അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയുടെ രൂപമാണ് നമ്മൾ പറഞ്ഞത്. വീട്ടിൽ നിന്നാണ് നമ്മൾ കുളിക്കേണ്ടത്. പിന്നെ ഇനി ഇവിടെ കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോയാൽ നിങ്ങൾ കൊച്ചിക്ക് വരരുത്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഫോണിലുള്ള ബന്ധമുള്ളൂ. പിന്നെ നമ്മൾ നേരിട്ടുള്ള ബന്ധങ്ങൾ നേരെ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി. പിന്നെ 11:30 ഒരു 8 മണിക്ക് കൊച്ചിയിലെത്തിയാൽ മതി. 11:30 ഫ്ലൈറ്റ് എങ്കിൽ ഒരു 8 മണിക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കൊച്ചിയിലെത്തിയാൽ മതി. വീട്ടിൽ നിന്ന് കുളിക്കുക. പിന്നെ കുളിക്കുമ്പോൾ നെയ്യത്ത് ഇറാമിന്റെ കുളി കുളിക്കുക എന്നുള്ളൊരു കരുതൽ ഉണ്ടാകുക. കുളിയുടെ രൂപം ആദ്യം വുദു എടുക്കുക. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ വലത്തെ തല കഴുകുക, വലത്തെ ഭാഗം നന്നായിട്ട് കഴുകുക, ഇടത്തെ ഭാഗം കഴുകുക, അവസാനം കാല് കഴുകുക. ഓക്കെ, ഇതാണ് ഇറാമിന്റെ കുളിയുടെ രൂപം. കുളി കഴിഞ്ഞ് വസ്ത്രം നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാം. ഇന്ന വസ്ത്രം എന്നില്ല, അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഔറത്തും അറിയുന്ന രൂപത്തിലുള്ള ഏത് വസ്ത്രവും നിങ്ങൾക്ക് ധരിച്ചാൽ നേലടിക്കാത്ത, നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പ്രകടമായി കാണാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാർ അവരുടെ വസ്ത്രങ്ങൾ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറി പിന്നെ നമ്മൾ പോകും, ഫ്ലൈറ്റ് കയറി പോകും. അതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ വുദൂവിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ശേഷമുള്ള വുദൂ എടുത്തു കഴിഞ്ഞാലുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിലൂടെ നമ്മുടെ കുടുംബം ഒക്കെ ചിലപ്പോൾ ഉപ്പയായിരിക്കാം വരുന്നത്. അവിടെ നമ്മുടെ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, ഉമ്മ ഉണ്ടാവും, വാപ്പ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ച് നമ്മൾ പോവുകയാണ്. പ്രാർത്ഥിച്ചിറങ്ങി നമ്മൾ പിന്നെ ഇറാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഫ്ലൈറ്റ് കയറി. അതിൻ്റെ ഇടയിലൊന്നും എയർപോർട്ടിലാക്കുമ്പോൾ പല ജാതി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ എയർപോർട്ടിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല. ചിലപ്പോൾ പറയും 2 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ആണ്, മനസ്സിലായോ? അപ്പൊ ആ 2 മണിക്കൂർ നമ്മൾ കാത്തുനിന്നേ പറ്റൂ. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതൊന്നും ഞങ്ങളോട് പറഞ്ഞാൽ പറ്റൂല. ഞങ്ങൾ പിന്നെ ദൂരത്തുനിന്ന് വരുന്നവരാണ്, ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് വരണം, ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പൊ അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ക്ഷമ. നമ്മളൊരു ഇബാദത്തിനാണ്, ഏതൊരു ഇബാദത്തിലാവും സബറുൻ അൻ തഅത്തില്ല, സബറുൻ അൻ മഹാരിമില്ല, സബറുൻ അലാ ഖദാരില്ലാഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലൊക്കെ നമുക്ക് എന്ത് വേണം, ക്ഷമ അനിവാര്യമാണ്. ഇബാദത്തിൽ ക്ഷമയില്ലാതെ നമുക്ക് പിന്നെ വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, ഖുർആനിലെ ആയത്ത്, വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആളെപ്പോലെ നിങ്ങൾ ആകരുത്. അല്ല പറയാം. ആരെ കുറിച്ച് പറഞ്ഞറിയോ? ആരെ പോലെ ആകരുത് എന്ന് പറയും, യൂനുസ് നബിയെ കുറിച്ച്. യൂനുസ് നബിയെ പോലെ നിങ്ങൾ ആകരുത്. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്. എന്താ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇട്ടെറിഞ്ഞു പോയി. അക്ഷമനായി ആര്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടത്. ആ നബിയെ കുറിച്ച് എന്താ പറയാ? വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആളെ പോലെ നിങ്ങൾ ആകരുത്. അതായത് അക്ഷമനാകരുത് എന്ന അർത്ഥം. അപ്പൊ അവിടൊക്കെ ക്ഷമിച്ച് നമ്മൾ മീഖാത്തിലെത്തിക്കണം. നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ സൗദി എയർലൈൻസ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, നമുക്ക് കിട്ടും. ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി മീഖാത്തിലെത്തുമ്പോൾ അനൗൺസ്മെന്റ് വരും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ പ്രാർത്ഥനയൊക്കെ അവർ ചൊല്ലിത്തരും. ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഏറ്റു പറയുക, നമ്മളറിയുന്നവർ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് പിന്നെ മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് അറിയിപ്പ് വന്നാൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ. അത് പറഞ്ഞ അത് മുതൽ നമ്മൾ എന്താണ്, തൽബിയത്ത് ചൊല്ലാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് ചൊല്ലി കഅബ കാണുന്നത് വരെയാണ് ഇത് ചൊല്ലേണ്ടത്. ഇതിൻ്റെ ഇടയിൽ ജിദ്ദ എയർപോർട്ട് ഉണ്ട്, നമ്മുടെ റൂമുണ്ട്, അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ നാവിൽ ഈ തൽബിയത്തായിരിക്കണം. അനാവശ്യമായ സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കി തൽബിയത്ത് ചൊല്ലി ജിദ്ദ എയർപോർട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളും എമിഗ്രേഷൻ കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്കുള്ള ബസ് പിന്നെ റെഡി ആയിട്ടുണ്ടാകും. ആ ബസ്സിൽ കയറി നമ്മൾ നേരെ റൂമിലേക്ക് എത്തും. റൂമിലേക്ക് എത്തുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ കൂടെ അമീറായിട്ട് വരും ഞാനാണ്. ഞാൻ പറയും, ഇന്ന റൂമുകാർ ഇന്ന റൂമിലേക്ക് പോയിക്കോ, ഇന്ന ചാവി പിടിച്ചോ, ഇന്ന ആൾക്കാർ ഇന്ന റൂമിലേക്ക് പോയിക്കോ, ഇന്ന ആൾക്കാർ ഇന്ന റൂമിലേക്ക് പോയിക്കോ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, പോകണം. ആ സമയത്ത് പറ്റൂല, ഞങ്ങൾക്ക് ഇത്ര പേർക്ക് ഇന്ന റൂം വേണം, ഞങ്ങൾക്ക് ഇത്ര പേർക്ക് ഇന്ന റൂം വേണം എന്ന് പറഞ്ഞാൽ അവിടെ ആകെ പ്രശ്നങ്ങളാകും, മനസ്സിലായോ? അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ എന്നെ
അനുസരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സുഖകരമായിട്ട് പിന്നെ ഉംറ ചെയ്ത് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സംസാരത്തിൽ സൂചിപ്പിക്കും. ഞാൻ ഉംറയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ റൂം സെറ്റായി കഴിഞ്ഞ് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആവാം, റൂമിൽ സെറ്റായി കഴിഞ്ഞാൽ ഫ്രഷ് ആവും, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. കുളിക്കണോണ്ട കാര്യങ്ങളോ, സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കരുത്, സോപ്പ് അത്തർ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാബയിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഏതൊരാൾക്കും പിന്നെന്തുണ്ടാവും, പിന്നെ നല്ല ഒരു മനസ്സ് ഉരുകി ഉള്ള പിന്നെ ആ ഒരു കണ്ണ് നമ്മൾ ഇത്രയും കാലം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലെ, ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ കാണാണ്, കൺകുളിർക്കെ മനസ്സ് നിറഞ്ഞ് ആ കടൽ ഇങ്ങനെ കാണും നമ്മൾ കണ്ണിന്. അപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചു എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രാർത്ഥനകൾ, ഇന്ന സ്ഥലത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന, ഇന്ന സ്ഥലത്ത് ചൊല്ലേണ്ട പ്രാർത്ഥന, അത് പിന്നെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഇന്ന് മുതൽ എന്ത് ചെയ്യും, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, മനപ്പാടാക്കി വെക്കാം. ഓരോ പ്രാർത്ഥന വലിയ കുറേയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച് അവിടെ സുന്നത്ത് നിസ്കാരമില്ല, നമ്മൾ ഉംറക്ക് പോവുകയാണ്. നേരെ എന്താണ് പിന്നെ നമ്മൾ മതാഫിലേക്ക് പോയി അവിടെ തവാഫ് ആരംഭിക്കുകയാണ്. ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. തവാഫ് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ ഹജറുൽ അസ്വദിനെ മുത്താനൊന്നും കഴിയില്ല. സുന്നത്താണെങ്കിൽ പോലും ആകെ തിക്കും തിരക്കായിരിക്കും. നമ്മൾ ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിന്നാലാണ് കാര്യങ്ങൾ പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. കഴിഞ്ഞ ഉംറക്ക് പോയിട്ട് പിന്നെ എല്ലാവർക്കും രണ്ട് ഉംറയിലും ഒന്നിച്ച് നടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും തിക്കും തിരക്കൊക്കെ ആയിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉംറ നിങ്ങൾ പഠിക്കണം. ആകെ കുറച്ചുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് 11:30 ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാല് പിന്നെ ഇശാ നമസ്കാരത്തോടു കൂടി നമ്മുടെ ഉംറ കഴിയും. അത്ര സിമ്പിളാണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള കുറച്ച് കർമ്മങ്ങളും കുറച്ച് പ്രാർത്ഥനകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഒറ്റപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പൊ അത് നിർബന്ധമായിട്ട് ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് പരിശ്രമിക്കുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ അത് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയുള്ളൂ. അവിടെ തുർക്കിക്കാരും മറ്റുള്ള രാജ്യക്കാരും ഒക്കെ കൂട്ടം കൂടി വട്ടം പിടിച്ചും കെട്ടിപ്പിടിച്ചും ഉറക്കെ ചൊല്ലിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അത് അവര് നമ്മുടെ സമീപത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, നമ്മുടെ ശ്രദ്ധ തെറ്റുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ? ഇവരിങ്ങനെ കൂട്ടം കൂടി പോകണോണ്ടാ. മനസ്സിലായോ? ഇവരുടെ അവിടെ ഒരു തിക്കും തിരക്കും നമ്മൾ ഉണ്ടാക്കരുത്, തിരിച്ചു നടക്കരുത്. ത്വാഫിൽ നമ്മൾ മുന്നോട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്താണെങ്കിൽ പോലും പിന്നോട്ടില്ല. പിന്നോട്ട് നടന്നാൽ നമ്മുടെ ആ നടത്തം കൊണ്ട് മറ്റുള്ളവൻ എന്ത് ചെയ്യാണ്, ഉപദ്രവിക്കപ്പെടാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ അവരെ കാണുമ്പോൾ അവര് പോകണ്ടല്ലോ, അവരൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ, അവരമീർ ചൊല്ലുന്നുണ്ടല്ലോ, അതൊന്നും ഇസ്ലാമല്ല. അങ്ങനെ ഒന്നും നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ പിന്നെ ഈ വിദഅത്തിന്റെ ആളുകൾ വട്ടം കൂടി പിന്നെ അവര് ഇങ്ങനെ നടത്തുന്ന കർമ്മങ്ങളായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലാക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, പിന്നെ നമുക്ക് പരിശ്രമിക്കാം, അത്രേ ഉള്ളൂ. അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങി പിന്നെ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബിക വഫാഅൻ ബിഅഹദിക വത്തിബഅൻ ലിസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ദിക്ർ ചൊല്ലി നമ്മൾ നടക്കുകയാണ്. ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കട്ടോ. പ്രാർത്ഥനന്റെ എന്തെങ്കിലും ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രാർത്ഥനകളുടെ ബുക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞാലും മതി. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് പാപങ്ങൾ പൊറുക്കപ്പെടാനുണ്ട്. മനസ്സൊരുങ്ങി എന്ത് ചെയ്യുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ എന്തിട്ടുള്ളത്, എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന ബോധത്തോടെ പിന്നെ മൂന്നാമത്തെ മൂല ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ റുക്നുൽ യമാനി വരെ ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുന്നിലുള്ള മൂലയാണ്. അതുവരെ ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഹജറുൽ അസ്വദിന്റെ പിന്നെ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് പിന്നെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ
എന്ന പ്രാർത്ഥനയാണ്. അപ്പൊ അത് ചൊല്ലി നമ്മൾ പിന്നെ ഹജറുൽ അസ്വദ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് പിന്നെ ചൊല്ലി രണ്ടാമത്തെ ആരംഭിക്കാം. അങ്ങനെ ഹജറുൽ അസ്വദ് തുടങ്ങി ഹജറുൽ അസ്വദ് എത്തിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 ഈ 7ാമത്തേത് കഴിഞ്ഞു. 7 തവാഫാണ്, 7 വട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കഅബ നമ്മൾ ചുറ്റേണ്ടത്. ഓരോ തവണ ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാലും ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് എന്ത് ചെയ്യാം, നിസ്കരിക്കുക. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്തും ഫാത്തിഹയ്ക്ക് ശേഷം 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. സംസം വെള്ളം കുടിക്കുക, ഇരുന്ന് കുടിക്കുക, ബിസ്മില്ലാ ചൊല്ലുക, വലത്തെ കൈ കൊണ്ട് കുടിക്കുക, പിന്നെ പ്രാർത്ഥിക്കുക. സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം സ്വീകാര്യതയുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ ശിഫ കിട്ടുന്ന വെള്ളമാണ്, അപ്പൊ രോഗശമനം ഉണ്ടാകും. അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പ്രാർത്ഥിച്ച് കുടിച്ച് നേരെ സൈക്ക് വേണ്ടി പോവുകയാണ്. സഫയിലേക്കാണ് കയറിച്ചില്ല. ആ മല ഇങ്ങനെ കയറുമ്പോൾ കഅബ നമ്മുടെ പിന്നിലായിരിക്കും, കഅബ നമ്മുടെ പിന്നിലായിരിക്കും, മുന്നിൽ സഫയായിരിക്കും നമ്മൾ കാണാം. ചെറിയൊരു കയറ്റം, ഹജറ ബീവി കയറിയ കയറ്റമൊന്നും ഇല്ല ഇപ്പോ. ഒക്കെ പിന്നെ മാർബിളൊക്കെ ഇട്ട് ഭംഗിയാക്കി AC കൂടെയാണ് നമ്മൾ നടന്നു പോകുക. അപ്പൊ അന്നത്തെ ത്യാഗമൊന്നും നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ അന്നത്തെ ത്യാഗമൊക്കെ ഇന്ന് അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ കട്ടപ്പോക, നമ്മളൊന്നും ഉംറക്ക് ഹജ്ജിനൊന്നും പോകില്ല. കാരണം ചെറിയൊരു പ്രയാസം പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സഹിക്കാനും പറ്റൂല. ഉണ്ടായി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആൾക്കാർ നമ്മളൊക്കെ അപ്പൊ ചോദിക്കും, ഇതെന്തങ്ങനെ അതെന്തങ്ങനെ. അപ്പൊ അത് പറയും, ഹജറാബി വന്ന് അനുഭവിച്ച ത്യാഗം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, അനുഭവിക്കേണ്ടി വരില്ല. സഫയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ, അത് ചുരുങ്ങിയത് വേണമെങ്കിൽ ആയത്ത് മുഴുവനും ഓതാം. ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന ആയത്ത് അത് ഓതാ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സഫയിലേക്ക് കയറി കഴിഞ്ഞാൽ കഅബയുടെ നേരെ തിരിഞ്ഞു നിൽക്കാം. കഅബയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് നമുക്ക് പിന്നെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ആകെ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബദ വഹസമൽ അഹ്സാബു വഹദ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന സഫയിൽ നിന്ന്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ് മറവയിലേക്ക് പോവുകയാണ്. ഒരു പച്ച ലൈറ്റ് ഇട്ട ഭാഗം ഉണ്ടാവും. മത്താഫിന്റെ കാര്യം പറഞ്ഞു, ആദ്യത്തെ പിന്നെ ഒരു 3 റൗണ്ട് എന്ത് ചെയ്യണം, ആ പുരുഷന്മാർ ഈ രൂപത്തിലാണ് നടക്കേണ്ടത്. അമ്ലെന്ന് പറയും, അതായത് ഞാൻ തളർന്നിട്ടില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന രൂപത്തിൽ, കുറച്ച് നടപ്പല്ല എന്നാ ഓട്ടല്ല, ആ രൂപത്തിൽ. ഇതുപോലെ പിന്നെ സായിക്ക് വരുമ്പോഴും ഒരു പച്ച ലൈറ്റ് ഇട്ട ഭാഗം ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരല്പം പിന്നെ ഒരു വേഗത്തിൽ നിങ്ങൾ ഓടുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിച്ചു പോകുന്ന കർമ്മങ്ങൾക്ക് നിങ്ങൾ ഫാമിലി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സ്ത്രീകളായിട്ട് നടക്കട്ടെ, പുരുഷന്മാർ പുരുഷന്മാരായിട്ട് നടക്കട്ടെ. അതല്ലെങ്കിൽ പിന്നെ കൂട്ടം തെറ്റിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഈ ഉംറ സമയത്ത് പരമാവധി നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ പരമാവധി എല്ലാവരായിട്ട് എന്ത് വേണം, ബന്ധം ഉണ്ടാക്കണം. അല്ലെങ്കിൽ വെറും ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഒതുങ്ങിപ്പോകും. മറിച്ച് നമ്മൾ എല്ലാവരായിട്ടും ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ആ 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നെടുമ്പാശ്ശേരിക്ക് വരുമ്പോൾ പിരിയുന്ന ഒരു രംഗമുണ്ട്, മനസ്സിലായി? അത് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വല്ലാത്തൊരു ഏർപ്പാടായിരിക്കും. അതിനെന്ത് വേണം, എല്ലാവരും ബന്ധമാണ്, എന്നാലൊക്കെ നടക്കുള്ളൂ. സഅയ് ചെയ്തു, സഫയിൽ നിന്ന് പിന്നെ മറവയിലേക്ക് എത്തി. പിന്നെ അവിടെ വീണ്ടും ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരിൽ ആയത്തോദ. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ എന്ന ആ ദിക്ർ ചൊല്ലിയിട്ട് പിന്നെ വീണ്ടും സഫയിലേക്ക് നടക്കുക. കുറച്ച് പ്രയാസം കിട്ടും, തവാഫ് പോലെയല്ല. തവാഫൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കഴിയും, സഅയ് കുറച്ച് സമയം എടുക്കും. എന്നാലും എന്ത് ചെയ്യാം, എല്ലാവരും പരസ്പരം സഹകരിച്ചൊക്കെ നിന്ന് ചെയ്യാം. ഇത് സഫ എന്ന് വിചാരിക്കാം, ഇത് മർവ എന്ന് വിചാരിക്കാം, ഇത് കഅബ എന്ന് വിചാരിക്കാം. ഈ കഅബയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ സഫയിലേക്ക് വരിക, മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ നമ്മൾ ബാക്ക് വശമായിരിക്കും. സഫയിൽ എത്തിക്കഴിഞ്ഞാൽ കഅബയിലേക്ക് തിരിയണം. സഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കഅബയിലേക്ക് നമ്മൾ തിരിയണം. അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ മറവയിലേക്ക് പോകുകയാണ്. അവിടെ എത്തിയാൽ 1, 2, 3, 4, 5, 6, 7 സഫയിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കും? മറവയിൽ അവസാനിക്കും.
അത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് പുറത്തേക്ക് മാറി നിന്നിട്ട് സ്ത്രീകളെല്ലാവരും ഒന്നിച്ച് നിൽക്കുക. പിന്നെ മുടിയൊക്കെ കൂട്ടി പിടിച്ചിട്ട് ഒരു വിരലിന്റെ വലുപ്പത്തിൽ എന്ത് ചെയ്യാം, സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മുടി മുറിക്കുക. കത്രിക കയ്യിൽ വേണം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇന്നിട്ടിട്ടുണ്ട്, ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കരുതുക. പിന്നെ അത് കരുതാനൊക്കെയാണ്, കൊണ്ടുപോകാനൊക്കെയാണ് എന്ത്, പിന്നെ ബാഗ് ഉണ്ട്, സൈഡ് ബാഗ് നിങ്ങൾക്ക് തരും, അതിലിട്ട് വെച്ച് പോവുക. ഒരു 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 വിരലിന്റെ വലുപ്പത്തിൽ എന്ത് ചെയ്യുക, മുടി മുറിക്കുക. പിന്നെ പുരുഷന്മാർ തലമുണ്ടനം ചെയ്യും. എല്ലാ ബിസിനസ്സുകാരൊക്കെ ആയിരിക്കും നമ്മൾ, പിന്നെ വലിയ സമ്പത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നമ്മളെന്തിനാ പോയത് അത് മാത്രം ചിന്തിക്കുക. ചില ആൾക്കാരുണ്ട് വന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് മുടിക്കിനെ മുറിച്ച് കളഞ്ഞ് അല്ലെ, സംഭവം മതിയെങ്കിലും നമ്മൾ പോയത് പ്രതിഫലം കിട്ടാനാ അല്ലെ, അന്നാന്റെ കൂലി ആഗ്രഹിച്ചു. അപ്പൊ ആ കൂലി കിട്ടുന്നൊരു കാര്യം എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നമ്മൾ തയ്യാറാകണം. തലമുടി മുറിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം മുണ്ടനം ചെയ്യുന്നതിനാണ്. അപ്പൊ പുരുഷന്മാരതെന്ത് ചെയ്യാം, അത് അങ്ങനെ തന്നെ മുടി മുറിക്കുക. ഒന്നാമത്തെ ഉംറയിലും ചെയ്യുക, രണ്ടാമത്തെ ഉംറയിലും ചെയ്യുക, മൂന്നാമത്തെ ഉംറ ചെയ്യാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ തഹല്ലുലായി പിന്നെ പോയി റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഉംറ കഴിഞ്ഞു. ഏകദേശം ഒരു 11:30 ഞാൻ പോയാൽ അതാണ് സമയമെങ്കിൽ 10 മണി ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, നമ്മുടെ ഉംറയും കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ സംസ്കാരം മതസ്കാരമൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഉംറയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൂ. ഇതിലൊന്നുമില്ല ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വനിഅമത എന്ന് തുടങ്ങുന്ന ആ തൽബിയത്ത്. പിന്നെ നമുക്ക് ചെല്ലാനുള്ളത് പിന്നെ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി തവാഫ് തുടങ്ങുമ്പോൾ പിന്നെ അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബിക പിന്നെ വഫാ ബിഅഹദിക വ തിബഅൻ ലിസുന്നത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ദിക്ർ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അറിയാത്തത് ഉണ്ടാകുക. പിന്നെ നമുക്ക് ഈ സഫയിൽ മറവിയിൽ കയറുമ്പോഴുള്ള ആ ദിക്ർ, അത് ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ഇന്നോ നാളെ കേട്ട് ഞാൻ ഗ്രൂപ്പിലൂടെ അത് നിങ്ങൾ പഠിപ്പിക്കാം. അത് പഠിച്ചു വെക്കുക. ഇത്ര ഉള്ളൂ ഉംറ. അപ്പൊ ഇത് നിങ്ങൾ ഒറ്റപ്പെട്ട് പോയാൽ പോകുന്നില്ല, പോയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതൊരു പരാതിയായിട്ട് വരരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പിന്നെ മസ്ജിദുൽ ഹറാമിൽ പോകുക, നിസ്കരിക്കുക. ഇത്രയും പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വെറുതെ റൂമിൽ ഇരുന്ന് ഉറങ്ങിയും ഒക്കെ സമയം ചെലവഴിച്ച് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഖുർആനൊക്കെ ഓതുക, പള്ളിയിൽ പോവുക, നിസ്കരിക്കുക. 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പിന്നെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന ബോധം ഉണ്ടാകുക. അല്ലാഹു പവിത്രമാക്കിയ സ്ഥലത്ത് പ്രാർത്ഥനകൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ഇരട്ടിയുള്ളത് പോലെ തന്നെ പാപങ്ങൾക്കും എന്തുണ്ട്, പാപങ്ങൾക്കും ഇരട്ടി ശിക്ഷയുണ്ട് എന്ന ഓർമ്മയും കൂടെ എന്ത് വേണം നമുക്ക് ഉണ്ടാകണം. കണ്ണിനെയും കാതിനെയും നാവിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, തിന്മകളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ മനസ്സ് കഴുകി വൃത്തിയാക്കി പാപങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്തു പോയി കരിക്കട്ട പോലെ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ പടർന്നു പിടിച്ചിട്ടുള്ള ആ പാപക്കറകളെ ഈ ഉംറയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം കഴുകി ശുദ്ധിയാക്കി തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ നസീറുല്ലാഹ് സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പിന്നെ ചർച്ച വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട്, ഇല്ല എങ്കിൽ നമുക്ക് നിസ്കരിച്ച് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിച്ച് പിരിയാം. പിന്നെ പോകുമ്പോൾ പൈസ കൊണ്ടുവന്ന ആളുകൾ, പാസ്പോർട്ട് കൊണ്ടുവന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ഏൽപ്പിക്കണം. ബാഗ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.